ഹൈന്ദവ വിശ്വാസം അനുസരിച്ച ത്രിമൂർത്തികൾ ആണ് പ്രധാന ദേവന്മാർ. സൃഷ്ടി, സ്ഥിതി, സംഹാരമാണ് ഇവരുടെ കടമകൾ. ഇവരിൽ സൃഷ്ടി ബ്രഹ്മാവും സ്ഥിതി വിഷ്ണുവും സംഹാരം ശിവനും നടത്തുന്നു എന്നാണ് വിശ്വാസം. ശിവൻ പരമശിവൻ, ശ്രീപരമേശ്വരൻ എന്നും അറിയപ്പെടുന്നു. ഹിന്ദുമതത്തിലെ ശൈവ വിഭാഗം പ്രധാന ദേവനായി ആരാധിക്കുന്നത് ശിവനെയാണ്. ശൈവ വിഭാഗത്തിന്റെ വിശ്വാസപ്രകാരം പ്രപഞ്ചം നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും എല്ലാം ശിവൻ തന്നെയാണ്. ഊർജ്ജശക്തിയും ക്രിയാത്മക ശക്തിയും ഒരു ദേവി ആണ് എന്ന് അവർ കരുതുന്നു. ശിവന്റെ ഭാര്യ ആയ പാർവതി അഥവാ ആദിശക്തിയാണ് ഈ ദേവി. പാർവതി ശിവന്റെ പൂർണ്ണ പങ്കാളി ആണ്. അതുകൊണ്ട് ഇവർ അർദ്ധനാരീശ്വരർ എന്നും അറിയപ്പെടുന്നു. സ്മാർത്ത പാരമ്പര്യത്തിന്റെ പഞ്ചദാന പൂജയിലുള്ള 5 തുല്യ ദൈവങ്ങളിൽ ഒന്നാണ് ശിവൻ. ശൈവ സമ്പ്രദായത്തിൽ ദൈവത്തിന്റെ പരമോന്നത രൂപമില്ല എന്നതാണ്. അതിനു പരിധിയല്ല. പേടിപ്പെടുത്തുന്നതും ദയ നിറഞ്ഞതുമായ അനേകം കഥകൾ ശിവനെ പറ്റിയുണ്ട്. ദയാപരമായ വിവരണങ്ങളിൽ കൈലാസ പർവ്വതത്തിൽ സന്യാസ ജീവിതം നയിക്കുന്ന യോഗിയാണ് ശിവൻ. ഭാര്യ പാർവതിയും മക്കളായ ഗണപതിയും മുരുകനും നിറഞ്ഞ ഒരു ഗൃഹസ്ഥാശ്രമി. മറ്റു ചില കഥകളിൽ ദുഷ്ടശക്തികളെയും പിശാചുക്കളെയും കൊല്ലുന്നവനാണ് ശിവൻ. യോഗ, ധ്യാനം, കല എന്നിവയുടെ രക്ഷാധികാരൻ ആണ് ശിവൻ. ആദിയോഗി എന്നും ശിവൻ അറിയപ്പെടുന്നു. ശിവന്റെ ജനനവുമായി പ്രധാനമായി 3 കഥകളാണ് ഉള്ളത്. ശിവൻ സ്വയംഭൂ ആണെന്ന് ശൈവന്മാർ വിശ്വസിക്കുന്നു, അതായത് സ്വയം ഉണ്ടായത്. വൈഷ്ണവർ ശിവനെ മഹാവിഷ്ണുവാണ് സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്നു. പ്രളയത്തിന്റെ അവസാനത്തിൽ എവിടെയും വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദിശേഷന്റെ ദേഹത്ത് മഹാവിഷ്ണു യോഗാസനത്തിൽ ഉറങ്ങുന്നത് ബ്രഹ്മാവ് കണ്ടു. ബ്രഹ്മാവ് വിഷ്ണുവിനെ ഉണർത്തി ആരാണ് എന്ന് ചോദിച്ചു. ലോകത്തിന്റെ സൃഷ്ടാവും പരിപാലകനും സംഹാരകനും ആണ് താൻ എന്ന് വിഷ്ണു പറഞ്ഞു. ബ്രഹ്മാവ് ലോകത്തിന്റെ സൃഷ്ടാവും സംഹാരകനും താൻ ആണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതിനാൽ വിഷ്ണുവിന്റെ വാക്കുകൾ ബ്രഹ്മാവിനെ കോപാകുലനാക്കി. അവർ തമ്മിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് തർക്കമുണ്ടായത്രേ. തർക്കം പോരാട്ടമായി മാറി. പെട്ടെന്ന് ലിംഗരൂപത്തിലുള്ള അനന്തമായ പ്രകാശം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതിന് തുടക്കമോ അവസാനമോ ഇല്ലായിരുന്നു. ചുറ്റും അഗ്നി ആയിരുന്നു. അത് പ്രപഞ്ചത്തിന്റെ ഉറവിടമായിരുന്നു. അവർ തങ്ങളുടെ പോരാട്ടം മറന്ന് അത് എന്താണ് എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. ബ്രഹ്മാവ് ഹംസരൂപം ധരിച്ച് മുകളിലേക്ക് പോയി. മഹാവിഷ്ണു ഒരു കാട്ടുപന്നിയുടെ രൂപമെടുത്ത് താഴേക്കും പോയി. അവർ രണ്ടുപേരും 1000 വർഷം സഞ്ചരിച്ചിട്ടും അതിന്റെ അറ്റം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ അവർ ആരംഭിച്ച സ്ഥലത്തേക്ക് മടങ്ങി. അവർ ലിംഗത്തെ വണങ്ങി. അപ്പോൾ അവർ പാർവതിയോടൊപ്പം ശിവനെ കണ്ടു. ഇരുവരും തന്നിൽ നിന്നാണ് വന്നത് എന്ന് ശിവൻ പറഞ്ഞു. ഈ കഥയെ ലിംഗോദ്ഭവ എന്ന് വിളിക്കുന്നു. അതായത് ലിംഗത്തിന്റെ ആവിർഭാവം.